തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി പരിശോധിക്കാൻ സിപിഐഎം സിപിഐ നേതൃയോഗങ്ങൾ ഇന്ന് ചേരും. സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റും സിപിഐ സെക്രട്ടേറിയറ്റ് എക്സിക്യൂട്ടീവ് യോഗങ്ങളും ഇന്ന് ചേരും. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറെ കണ്ടെത്താൻ ബിജെപി സംസ്ഥാന കോർ കമ്മിറ്റി ഈ ആഴ്ച യോഗം ചേരും. മേയർ സ്ഥാനത്തേക്ക് ബിജെപി സംസ്ഥാന സെക്രട്ടറി വി രാജേഷിന്റെ പേരിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഒരു വിഭാഗം. കൊച്ചിയിൽ ദീപ്തി മേരി വർഗീസിനെ മേയറാക്കാൻ കോൺഗ്രസിൽ ഏറെക്കുറെ ധാരണയായിട്ടുണ്ട്. കോഴിക്കോട് DCC അവലോകന യോഗം ഇന്ന് ചേരും. വടകരയിലും മുക്കത്തും ഉൾപ്പെടെയുള്ള തോൽവികൾ ചർച്ച ചെയ്യും. സംഘടനാ പ്രവർത്തനങ്ങളിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടിക്ക് സാധ്യതയുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യാൻ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും ഇന്ന് കോഴിക്കോട് നടക്കും. വിശദ വിവരങ്ങളുമായി ഞങ്ങളുടെ റിപ്പോർട്ടർമാർ റഹീസ് റഷീദ്, അശ്വിൻ ഡിയാഗോ, ലേബി സജീന്ദ്രൻ, അഭിലാഷ് മുഴക്കുന്ന എന്നിവർ ചേരുകയാണ്. ആദ്യം റഹീസ് റഷീദിലേക്കാണ് പോകുന്നത്. റഹീസ്, ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ തോൽവിയുടെ കാരണങ്ങളൊക്കെ ആഴത്തിൽ തന്നെ വിലയിരുത്തേണ്ട ആവശ്യമുണ്ട് പാർട്ടികൾക്ക്. അതിൽ സിപിഐഎമ്മിന്റെ ഇന്ന് നടക്കുന്ന യോഗത്തിൽ അത്തരം വിലയിരുത്തലുകളല്ലേ ഉണ്ടാവുക? റോഷ്നി, ആഴത്തിലുള്ള തോൽവി ആഴത്തിൽ തന്നെ പഠിക്കാനാണ് CPIM-ഉം CPI-യും ഒക്കെ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ആദ്യ പടിയെന്ന നിലയിലാണ് തിരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട യോഗമായ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് CPIM-ഉം CPI-യും വിളിച്ചു ചേർത്തിരിക്കുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ എന്താണ് തോൽവിയുടെ കാരണമെന്ന് വിശദമായി പരിശോധിക്കും എന്നാണ് നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. പ്രാഥമികമായ വിലയിരുത്തലിൽ ശബരിമല സ്വർണ്ണക്കള്ളയും അമിത ആത്മവിശ്വാസവും ന്യൂനപക്ഷ വോട്ടുകൾ UDF-ന് അനുകൂലമായി വന്നതുമൊക്കെയാണ് വിജയത്തിന് കാരണം, LDF-ന്റെ പരാജയത്തിന് കാരണമെന്ന് പ്രാഥമികമായി പഠിച്ചിട്ടുണ്ട്. അക്കാര്യത്തിലുള്ള വിശദമായ ചർച്ചകളായിരിക്കും CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉണ്ടാവുക. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള എല്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കും. യോഗത്തിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള തിരുത്തലുകൾ വരുത്തേണ്ട കാര്യങ്ങളുണ്ടോ, പ്രത്യേകിച്ച് ശബരിമലയിൽ പത്മകുമാറിനെ സംരക്ഷിക്കുന്ന നിലപാടെടുത്തത് മാറ്റം വരുത്തണോ, അല്ലെങ്കിൽ ഈഴവ വിഭാഗത്തിൻ്റെ പിന്തുണ പ്രതീക്ഷിച്ച് ന്യൂനപക്ഷ വിഭാഗത്തെ എതിരാക്കി വെള്ളാപ്പള്ളി നടേശനെ ചേർത്ത് പിടിച്ചതിൽ മാറ്റം വരുത്തണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ തിരുത്തൽ വേണമെങ്കിൽ അക്കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യും. അതിനായി സംസ്ഥാന കമ്മിറ്റി അടുത്ത ദിവസം വിളിച്ചിട്ടായിരിക്കും അത്തരം ചർച്ചകൾ ഉണ്ടാവുക. എന്തായാലും ഇന്നത്തെ യോഗത്തിൽ വിശദമായ ചർച്ച എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നതിലായിരിക്കും. റഹീസാണ് വിവരങ്ങൾ നൽകിയത്.